ഗുഡ് മോർണിംഗ്. സന്തോഷം അതെവിടെ നിന്നാണ് വരേണ്ടത് അറിയും? ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. ഇന്ന് സന്തോഷം എന്ന് പറഞ്ഞ വെറും പ്രകടനം മാത്രമാണ്. നമ്മളൊരാൾ കണ്ടാൽ എനിക്ക് തന്നെ ഓർമ്മ ഹായ് വത്സേട്ടാന്ന് വിളിക്കുന്നതാണ്. ആ ഹായ് വത്സേട്ട എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്നെക്കുറിച്ച് ഹായ് വത്സേട്ടാന്നൊന്നും അല്ല. ഇത് അപകടമല്ലേ? ആർക്കാണ് അത്? പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും അപകടമല്ലേ? കേൾക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും സന്തോഷം നൽകുന്നതാണ് സത്യത്തിലെ സ്നേഹപ്രകടനം എന്ന് പറയുന്നത്. ഇന്ന് എല്ലാവരും യന്ത്രങ്ങളുടെ പിറകെയാണ്. മനുഷ്യനെ പിറകെ അറിയില്ല. മനുഷ്യനെ കാണാനോ കേൾക്കാനോ അറിയാനോ മനസ്സിലാക്കാനോ അത് വേണ്ട വിധം വിനിയോഗിക്കാനോ കഴിയാത്ത സ്വാർത്ഥമതികളുടെ ഒരു നാടായി മാറി നമ്മുടെ ഈ ലോകം. ഇതിന് സോഷ്യൽ മീഡിയയിൽ പരാതിപ്പെടാതെ ആ അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുകയാണ് ഞാനിവിടെ വിനിയോഗിക്കാൻ ശ്രമിക്കുന്നത്. സ്വജീവിതത്തിൽ അത് പകർത്താൻ ശ്രമിക്കുക. ഞാനും നിങ്ങളെല്ലാം. ഫസ്റ്റ് ബി ഗുഡ്, സെക്കൻഡ് അതേഴ്സ് എന്നാണല്ലോ പറയുന്നത്. ആദ്യം നമ്മൾ നന്നാവുക, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ പോവുക എന്നുള്ളതാണ്. മനുഷ്യ മനസ്സിനെ തിരിച്ചറിയുക, മനുഷ്യ മനസ്സിനോടൊപ്പം ചേർന്ന് നിന്ന് യന്ത്രങ്ങളുടെ പ്രവർത്തനത്തെ കാര്യക്ഷമമായി വിനിയോഗിക്കുക. ഇതാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ ചെയ്യേണ്ടത്. ഓരോ മനുഷ്യനും അടുത്തറിയുക. തൻ്റെ വീട്ടിലുള്ള ആളുകളിലാണ് നിങ്ങൾ ആദ്യം അടുത്തറിയേണ്ടത്. നമ്മളെ വീട്ടിലുള്ള ആളെ തിരിച്ചറിയുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളെയാണ്. യു ലുക്ക് അറ്റ് യുവർ സെൽഫ്സ് ഓൺലി. നമുക്ക് നോക്കേണ്ടത് നമ്മളെയാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യം നമ്മുടെ പോരായ്മകൾ എന്താണ്, നമ്മുടെ ഗുണങ്ങൾ, നമ്മളെ ഹെൽത്ത് എന്താ, നമ്മുടെ വെൽത്ത് എന്താ, അങ്ങനെ നമുക്ക് നമ്മളെ മെറിറ്റ് എന്താ, ഡീമെറിറ്റ് എന്താ, ഇതെല്ലാം ആദ്യം തിരിച്ചറിഞ്ഞതിന് ശേഷം മതി മറ്റുള്ള ആളുകളിലേക്ക് നോക്കാൻ. നമുക്ക് നമ്മളല്ലേ ഉള്ളൂ. നമുക്ക് നമ്മളെ നോക്കേണ്ടത്, നമ്മൾ ഭംഗിയാക്കേണ്ടത് ആരാണ്? നമ്മുടെ ഈ ശരീരത്തെയും നമ്മുടെയും മനസ്സിനെയും നമ്മുടെ സ്വഭാവത്തിൻ്റെയൊക്കെ ഭംഗിയാക്കേണ്ടത് ആരാണ്? നമ്മളാണ്. എന്നെ നന്നാക്കേണ്ടത് എൻ്റെ ജോലിയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളെ നന്നാക്കേണ്ട ജോലി എനിക്കല്ല, നിങ്ങൾക്കാണ്. അത് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. മനുഷ്യനെ തിരിച്ചറിയുകയും മനുഷ്യ മനസ്സുകളെ തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. നോക്കൂ, ശരീരം എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കണം. ശരീരം എപ്പോഴും ചലിച്ചുകൊണ്ടിരുന്നാൽ നമുക്കുണ്ടാകുന്ന പ്രത്യേകത അറിയോ? നമ്മുടെ ആരോഗ്യം വർദ്ധിക്കും. പക്ഷേ മാനസികാരോഗ്യം വർദ്ധിക്കണമെങ്കിൽ മനസ്സെപ്പോഴും ശാന്തമായിരിക്കണം, നിശ്ചലമായിരിക്കണം. മനസ്സ് ശാന്തമായിട്ട്. കോൺസെൻട്രേഷൻ ഈസ് ദ എസൻസ് ഓഫ് ഓൾ നോളജ് എന്ന് ഞാൻ പറയാറില്ലേ? അപ്പോൾ മനസ്സിനെ ശാന്തമാക്കിയെടുക്കുകയും ശരീരത്തെ സദാസമയം ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ യുവർ ലൈഫ് ഈസ് ലൈറ്റിംഗ്. വാട്ട് യു വാണ്ട് ഐ ഡോണ്ട് നോ. സെലക്ടഡ് ഇൻ യുവർ ചോയ്സ്. എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ ഗിന്നസ് മത്സരാജാചാര്യ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.